ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് K4 കുട്ടീസ് ടൈം. ഞാൻ RJ സൗമ്യ. അപ്പോ ഈ ശനിയാഴ്ച മോർണിംഗിൽ K4 കുട്ടീസിൽ ഇന്ന് ഒന്നല്ല 3 പേരുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. രാമമംഗലം ഹൈസ്കൂളിലെ ചുണക്കുട്ടികളായ 3 പെൺകുട്ടികൾ. അപ്പോൾ ഇന്ന് K4 കുട്ടീസിൽ RJ സൗമ്യയുടെ കൂടെ എത്തിയിരിക്കുന്ന ആ 3 പെൺകുട്ടികളെ പരിചയപ്പെട്ടാലോ? ഹലോ, ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. എന്റെ പേര് വൈഗ. ഹലോ, എന്റെ പേര് ജിയോണ. ഹലോ, എന്റെ പേര് ശ്രീലക്ഷ്മി. രാമമംഗലം സ്കൂളിൽ എന്തുണ്ട് വിശേഷങ്ങൾ? രാമമംഗലം സ്കൂളിൽ എല്ലാവരും സുഖമായിരിക്കുന്നു. കുറെ പേർക്കൊക്കെ സംശയം തോന്നാം ഈ രാമമംഗലം എവിടെയാണ് എന്ന്. എവിടെയാണ് രാമമംഗലം? എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയ്ക്കടുത്താണ് ഞങ്ങളുടെ ഈ നാട് സ്ഥിതി ചെയ്യുന്നത്. ഷഡ്കാല ഗോവിന്ദമാരാർ ജനിച്ചത് ഇവിടെയാണ്. ഞങ്ങളുടെ നാട് വളരെ സ്പെഷ്യലാണ്. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ സ്കൂളും. അതെന്ത് സ്പെഷ്യാലിറ്റിയാ? അത് പറയാനാണല്ലോ ഞങ്ങൾ വന്നത്. അത് ശരി. അപ്പൊ ഇന്നത്തെ K4 കുട്ടീസ് വളരെ സ്പെഷ്യൽ ആവാൻ പോവാണ്. തീർച്ചയായിട്ടും ഒരുപാട് സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ രാമമംഗലം HSലെ 3 മിടുക്കി കുട്ടികൾ വൈഗ, ശ്രീലക്ഷ്മി ആൻഡ് ജിയോണയാണ് ഇന്ന് K4 കുട്ടീസ് ഹോസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി വരുന്ന 2 മണിക്കൂർ നേരം റെഡ് എഫ്എമ്മിൽ കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഹലോ, ദിസ് ഇസ് റെഡ് എഫ്എം K4 കുട്ടീസുമായി ഞാൻ RJ വൈഗ. ഞാൻ RJ ജിയോണ. റോഡ് ഉപയോഗിക്കാത്തവരായി ആരുണ്ട്? ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോണെങ്കിൽ റോട്ടിലൂടെ അല്ലാണ്ട് ആകാശത്ത് കൂടി ആരെങ്കിലും പോകുമോ? പക്ഷേ ഇപ്പൊ റോഡ് ഉപയോഗിക്കുമ്പോൾ നമുക്കൊന്ന് പേടി വരും. എന്താ കാരണം? റോഡ് സേഫ് ആണോ? ചിലപ്പോഴൊക്കെ സേഫാ. കൃത്യമായി അതിന്റെ നിയമങ്ങൾ പാലിച്ച റോഡ് സേഫാ. നിയമങ്ങൾ പാലിക്കുന്നവരാണ് എല്ലാവരും. കുറെ പേരൊന്നും നിയമങ്ങളൊന്നും പാലിക്കാറില്ല. കൃത്യമായി നിയമങ്ങൾ ഞാൻ പാലിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. റോഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരുപാട് നിയമങ്ങളും ഒരുപാട് നിബന്ധനകളും പാലിച്ചിരിക്കും. വേറൊരു കാര്യം കൂടെയുണ്ട്. നമ്മുടെ നാട്ടിലെ റോഡ് ഉപയോഗിക്കുന്ന മിക്കവരും വമ്പൻ കലാകാരന്മാരാ. റോഡിലൂടെ കഥകളിയും കഥാപ്രസംഗവും എന്തൊക്കെ പരാക്രമങ്ങളാ. ഇതൊക്കെ ഒന്ന് കുറച്ച് സമാധാനപരമായി റോഡിലൂടെ പോകുന്നതിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചാലോ? ഇതിനെ കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കില്ലേ? ദിസ് ഇസ് K4 കുട്ടീസ്. ഞാൻ RJ വൈഗ. ഞാൻ RJ ജിയോണ. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഹലോ, ദിസ് ഇസ് റെഡ് എഫ്എം 93.5. K4 കുട്ടീസുമായി ഞങ്ങൾ രാമമംഗലം HSൽ നിന്നും ഞാൻ RJ വൈഗ. ഞാൻ RJ ശ്രീലക്ഷ്മി. അല്ല ശ്രീലക്ഷ്മി, നമ്മൾ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാന്ന് പറഞ്ഞല്ലേ തുടങ്ങിയത്? അതെ. അപ്പൊ നമുക്കതൊക്കെ ഷെയർ ചെയ്യണ്ടേ? പിന്നെ വേണ്ടേ. ഞങ്ങൾ നിങ്ങളുമായി ഇന്ന് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അല്ല ശ്രീലക്ഷ്മി, നീ അന്ന് ഹെൽമെറ്റ് ഇടാന്ന് പോയ ആളെ പിടിക്കാന്ന് പറഞ്ഞിട്ട് പിടിച്ചായിരുന്നോ? അയാളെ പിടിച്ചായിരുന്നു. പിടിച്ചിട്ട് ഉപദേശിച്ചോ നീ? പിന്നെ നല്ലോണം ഉപദേശിച്ചിട്ടാ വിട്ടെ. അയാള് നന്നായോ? നന്നായി കാണുമായിരിക്കും. ശരി. അല്ല, അന്ന് ജിയോണെ കൂടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടിയാണോ ഉപദേശിച്ചത്? അതെ. ഞാൻ കുറച്ചു നേരം നിന്നോട് ചോദിക്കുന്നോർത്ത് നീ എന്താ എപ്പോഴും ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്? കാട്ടിലെ നിയമങ്ങൾ മൃഗങ്ങൾ വരെ അനുസരിക്കുമ്പോ നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങൾ നമ്മൾ അനുസരിക്കുന്നുണ്ടോ? കാട്ടിലെന്താ നിയമമുള്ളേ? കാട്ടിലെ നിയമമുണ്ട്. കേട്ടിട്ടില്ലേ? ഇര പഠിക്കാൻ വരുന്ന പുലി കെണി തേടി പോവില്ലാന്ന്. അതൊരു നിയമമാണോ? അതൊരു നിയമമാണ്. അത് കൊള്ളാം. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. എല്ലാവരും നിയമങ്ങൾ പാലിക്കുന്നുണ്ട്. കാരണം എന്താ? നമ്മൾ എല്ലാവർക്കും ഒരുപാട് ക്ലാസ് എടുത്തിട്ടില്ലേ? അവരെല്ലാവരും ഇപ്പൊ നല്ല നിയമങ്ങളും ആ റോഡ് നിയമങ്ങൾ തെറ്റിച്ചാൽ ഉണ്ടാവുന്ന പണിഷ്മെന്റ്സിനെ കുറിച്ചും എപ്പോഴും അവെയർ ആണ്. അല്ല വൈഗ, ഇനിയും നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടോ? ഇപ്പൊ തന്നെ ഒരുപാട് പ്രോഗ്രാമായി. അതിന് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? നമ്മൾ എന്ത് പ്രോഗ്രാം കണ്ടക്ട് ചെയ്താലും നമുക്ക് കട്ട സപ്പോർട്ടായിട്ട് ഇതുപോലെ വർക്ക് ചെയ്യുന്ന ഒരുപാട് കുട്ടി കൂട്ടുകാരുണ്ട്. അവർക്ക് ഞങ്ങളുടെ വക ഒരു സ്പെഷ്യൽ സല്യൂട്ട്. അപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുത്താലോ? ദിസ് ഇസ് RJ വൈഗ. RJ ജിയോണ. RJ ശ്രീലക്ഷ്മി. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഇതിപ്പോ റോഡ് സേഫ്റ്റി വീക്കാണ്. റോഡ് സേഫ്റ്റി വീക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ സ്കൂളിൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ രാമമംഗലം HSലെ ഇപ്പോ തന്നെ സുരക്ഷിത് മാർഗ് എന്ന് പറഞ്ഞ ഒരു പുതിയ ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. റോഡ് സേഫായ നാട് സേഫ് ആകും. സോ ദിസ് ഇസ് റെഡ് എഫ്എം K4 കുട്ടീസുമായി ഞാൻ RJ വൈഗ. എന്റെ കൂടെ RJ ശ്രീലക്ഷ്മിയും RJ ജിയോണയും. RJ വൈഗ, നമ്മള് ഒരുപാട് അവയർനെസ് ക്ലാസ്സുകൾ എടുത്തിട്ടില്ലേ? നമ്മളുടെ എക്സ്പീരിയൻസ് ഇവരുമായിട്ട് നമുക്കൊന്ന് ഷെയർ ചെയ്താലോ? നമ്മൾ ഒരുപാട് പ്രോഗ്രാം ഒക്കെ നടത്തിയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ അതിന്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ? നിങ്ങളെല്ലാരും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ? പറയട്ടെ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എക്സ്പീരിയൻസ്, നിങ്ങൾ കുട്ടികൾക്ക് ഒരുപാട് സ്നേഹമായി ഉപദേശങ്ങൾ കൊടുക്കാൻ പറ്റി. ഞങ്ങളുടെ ഉപദേശങ്ങൾ കൊണ്ട് ഒരുപാട് പേര് നന്നായി എന്നാ കേട്ടത്. അതിൽ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട്. അല്ലേ ജിയോണ? എനിക്ക് ഓർമ്മ എന്താണെന്നറിയോ? റോഡിൽ വെച്ചിട്ട് ഹെൽമെറ്റ് വെക്കാതെ പോയ ചേട്ടന്മാർ ഉപദേശിച്ചപ്പോ അവരുടെ ആ ചമ്മിയ ചമ്മലൊന്ന് കാണേണ്ടതായിരുന്നു. എന്റെ മോനെ. അത് കഴിഞ്ഞ് പിന്നെ ഹെൽമെറ്റ് വെച്ച ചേട്ടന്മാര് വരാറുള്ളൂ. അത് ഓർക്കുമ്പോ എനിക്ക് ഇന്നും ചിരി വരും. ഓർക്കാൻ ഇതൊക്കെ പോരെ? സ്കൂൾ ലൈഫില് നിങ്ങൾക്കും ഉണ്ടാകും അല്ലെ ഇതുപോലുള്ള എക്സ്പീരിയൻസ്? ചമ്മിയതും ചമ്മിച്ചതും ഒക്കെ ആയിട്ട് ഒന്ന് ഓർത്തു നോക്കിക്കേ. അന്ന് വെച്ചാരും ഡ്രൈവിംഗിൽ വീക്ക് ആവരുതേ. ദിസ് ഇസ് K4 കുട്ടീസ്. ഞാൻ RJ വൈഗ. ഞാൻ RJ ജിയോണ. ഞാൻ RJ ശ്രീലക്ഷ്മി. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ.
K4 കുട്ടീസുമായി ഞാൻ RJ വൈഗ. ഞാൻ RJ ജിയോണ. ഞാൻ RJ ശ്രീലക്ഷ്മി. ജിയോണെ, നമുക്ക് റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് കുറച്ച് ടിപ്സ് പറഞ്ഞു കൊടുത്താലോ? പിന്നെ വേണ്ടേ, ഇവരൊക്കെ പാലിക്കുമായിരിക്കോ? നമ്മൾ പറഞ്ഞ കേൾക്കാത്തതുണ്ടോ? കേക്കുമായിരിക്കൂലേ? പിന്നല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഞങ്ങൾ പറയുക. ചിലപ്പോ മറന്നുപോയാലോ? ഒന്നുകൂടി ഒന്ന് ഓർക്കാൻ വേണ്ടി ഞങ്ങൾ പറയട്ടെ. നമുക്ക് എല്ലാവർക്കും വലുതെന്താ? നമ്മുടെ തലയാണോ? ആണല്ലേ. പക്ഷെ ഹെൽമെറ്റ് ഇടാൻ നമ്മൾ എല്ലാവരും മറന്നു. കാരണം എന്താ? തല പോയി കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്? പ്രത്യേകിച്ച് എന്തെങ്കിലും പറ്റുമോ? പറ്റും. 250 രൂപയുടെ മിററിനേക്കാളും വലുതല്ല നമ്മുടെ തല. അതാ എല്ലാവരും ഹെൽമെറ്റ് ഇടാൻ വേണ്ടി മറന്നുപോണ്. പിന്നെ അതുമല്ല, ചില ആൾക്കാർക്ക് തലക്കണം ഒരുപാട് കൂടുതലാ. ഹെൽമെറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവില്ലേ? പക്ഷേ എല്ലാവരും ഓർക്കണം, ഹെൽമെറ്റ് ഇടണം ആർക്ക് വേണ്ടിയാ? നമ്മുടെ തല സംരക്ഷിക്കാൻ. വേറെ ആർക്കെങ്കിലും വേണ്ടിയാണോ? അതുപോലെ തന്നെ ഒന്നാണ് സീറ്റ് ബെൽറ്റ്. സീറ്റ് ബെൽറ്റ് ഒരിക്കലും ഒരു ശ്വാസമുട്ടലല്ല, നമ്മുടെ സേഫ്റ്റിക്കാണ് സീറ്റ് ബെൽറ്റ്, അല്ലാതെ പോലീസുകാരെ പേടിച്ചിട്ടല്ല. വണ്ടി ഓടിക്കുമ്പോ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരുണ്ട് ഇവിടെ. ഇപ്പൊ അത്യാവശ്യമായിട്ടൊരു കോളൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഫോൺ എടുക്കുവോ? ഇനി അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. കാരണം ഇത് അപകടങ്ങളിലേക്കാണ് നയിക്കുന്നത്. സൈഡില് പാർക്ക് ചെയ്തതിന് ശേഷം ഫോൺ എടുക്കുക. ഫോണിൽ സംസാരിച്ചാൽ നമ്മുടെ വിഷൻ മാറിപ്പോകും. ഡ്രൈവർമാര് മാത്രമല്ല, കാൽനടക്കാരും റോഡിൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. നിയമങ്ങളൊക്കെ നമുക്കറിയാം, പക്ഷെ എന്നാലും നമ്മൾ കണ്ടിട്ടില്ലേ ഹെൽമെറ്റ് വെക്കുമ്പോ ഫോൺ ഹെൽമെറ്റിന്റെ ഉള്ളിലേക്ക് കുത്തിത്തിരിക്കുന്നത്? പിന്നെ അതുമല്ല, ഹെൽമെറ്റ് ഒരു പ്രഹസനം പോലെ എല്ലാരും വെക്കുന്നത്. ചിൻ സ്ട്രാപ്പ് ഇടാൻ എല്ലാവരും മറന്നു. ഇതൊക്കെ എന്താ? നമ്മുടെ സേഫ്റ്റിയിൽ വെള്ളം ചേർക്കുകയല്ലേ ചെയ്യുന്നത്? സേഫ്റ്റി ആരുടെയാ? നമ്മുടെയല്ലേ. അപ്പൊ സേഫ്റ്റി കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? കേൾക്കുന്നു K4 കുട്ടീസ്. ഞാൻ RJ ജിയോണ, ഒപ്പം RJ വൈഗയും RJ ശ്രീലക്ഷ്മിയും. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. വീക്കെൻഡ് ആയിട്ടപ്പോ എന്താ പരിപാടി? ലോങ് ഡ്രൈവ് ആണോ അതോ സിറ്റിക്കകത്തുള്ള ഡ്രൈവിംഗ് ആണോ? എന്തായാലും ഞങ്ങളുടെ റോഡ് സേഫ്റ്റി ടിപ്സ് ഒന്നും ആരും മറക്കല്ലേ. ദിസ് ഇസ് K4 കുട്ടീസ്. RJ വൈഗ, RJ ശ്രീലക്ഷ്മി, RJ ജിയോണ, നിങ്ങൾ 3 പേരും തകർത്തോണ്ടിരിക്കുകയാണ്. പക്ഷേ 2 മണിക്കൂർ കഴിഞ്ഞു എന്നൊരു റിമൈൻഡറുമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എപ്പോഴാണ് ഒരു ശ്രീബുദ്ധനെ പോലെ ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് RJ സൗമ്യ വന്നെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഒരു ബിൽഡപ്പ് ആയി പോയിട്ടോ. എന്തായാലും എക്സിറ്റിന്റെ ടൈം ആയിന്ന് പറയാനാണ് ഞാനിപ്പോ വന്നത്. എന്താണെങ്കിലും ഈ 2 മണിക്കൂർ നേരം എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നന്നായിട്ട് ഞങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുമല്ല, ഇതൊരു വേറിട്ട എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്. ഒരുപാട് പേരിലേക്ക് ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞു എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു മെസ്സേജ് ഒരുപാട് പേരിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. കുട്ടികളിൽ മാത്രമല്ല, മുതിർന്നവരിലേക്കും റോഡ് സേഫ്റ്റിയുടെ മെസ്സേജ് നിങ്ങൾ എത്തിക്കാൻ എടുക്കുന്ന എഫേർട്ടിന്, ശ്രമങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. തുടർന്നും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള എല്ലാവിധ ആശംസകളും. ഒപ്പം തന്നെ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ്. നിങ്ങൾക്കും നിങ്ങളുടെ അധ്യാപകർക്കും നിങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു. അപ്പൊ ഇന്ന് രാമമംഗലം സ്കൂളിലെ ഈ മിടുക്കി കുട്ടികൾ ഷോ ഹോസ്റ്റ് ചെയ്തതുപോലെ നിങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ നിങ്ങളുടെ മക്കൾക്ക് ഷോ ഹോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും രജിസ്റ്റർ ചെയ്യുക. അതിനായി RJ സൗമ്യ നമ്പ്യാർ എന്നുള്ള ഫേസ്ബുക്ക് പേജിലേക്കോ ഇൻസ്റ്റഗ്രാമിലേക്കോ മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ റെഡ് FM വാട്സ്ആപ്പ് നമ്പറായ 8606935935 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ. എത്രയും പെട്ടെന്ന് തന്നെ കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ.